അതായത് സ്കൂളിൽ നിന്നുള്ള അധ്യാപകരുൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ട്. എല്ലാവരും തന്നെ ഈ നെഞ്ചുപൊട്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരോട് പ്രതികരണം ചോദിക്കുന്നതിലൊരു അസൗകര്യമുണ്ട്. അതായത് 4 പേരും ഒരേ ക്ലാസ്സിൽ പഠിച്ചിരുന്നവരാണ്. 4 പേരും ഒരേ സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ അടുത്തടുത്ത് പഠിച്ചിരുന്നവരാണ്. അവരെല്ലാം ഒറ്റ സുഹൃത്തുക്കൾ കൂടിയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ അധ്യാപകരൊക്കെ ആയി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു വിടവാങ്ങൽ, 4 പേരുടെ ഒന്നിച്ചുള്ള വിടവാങ്ങൽ, അത് ഏറെ ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ലിഷോ, ഈ അധ്യാപകരൊക്കെ അവിടെ ഉണ്ടോ? ആശുപത്രിക്ക് മുന്നിലുണ്ടോ? അധ്യാപകരുടെ പ്രതികരണങ്ങൾ എന്തെങ്കിലും ലഭിച്ചിരുന്നോ? കാരണം ഈ കുട്ടികൾ ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കുന്നു. അധ്യാപകരാണെങ്കിലും ഇങ്ങനെ ഒരു അപകടം ഒരിക്കലും ഇല്ലല്ലോ. തീർച്ചയായും നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതെല്ലാം അധ്യാപകരാണ്. അവരോടിപ്പോൾ എന്തായാലും പ്രതികരണം ചോദിക്കുന്നതിലൊരു അസൗകര്യമുണ്ട്. അതുകൊണ്ടാണ് അവർ പ്രതികരിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല. നമുക്ക് ആരുടെയും നേരത്തെ ഞാൻ നേരിട്ട് സംസാരിച്ചിരുന്നു. അപ്പോഴാണ് അവർ ഈ വിവരങ്ങളൊക്കെ തന്നെ നമ്മളോട് പങ്കുവച്ചത്. സ്കൂളിൽ നിന്ന് അധ്യാപകനാണ് അവിടുത്തെ. ഇവർ ഒരേ ക്ലാസ്സിൽ തന്നെയല്ലേ? എങ്ങനെയാണ് അവരുടെ ഒരു 4 പേര് ഒരേ ക്ലാസ്സിലായിരുന്നു. ഇപ്പൊ കുറച്ച് ദിവസം മുമ്പ് അവരെ ക്ലാസ് ഷഫിൾ ചെയ്തു. അപ്പോൾ ഒരാൾ വേറെ. 4 പേരും അടുത്ത സുഹൃത്തുക്കൾ തന്നെയായിരുന്നു. 4 പേര് ഒരേ സ്ഥലമാണ്. എന്തോ ഡാൻസിലോ മറ്റോ ഒപ്പനയിലോ എന്തൊക്കെയോ പ്രാക്ടീസൊക്കെ നടന്നിരുന്നല്ലേ? ആരായിരുന്നു അതിലുണ്ടായിരുന്നത്? ഒപ്പനയിൽ ആയിഷ പറഞ്ഞ കുട്ടി മണവാട്ടിയായിരുന്നല്ലേ? എന്ന് കളിക്കാനാ വെച്ചിരുന്നത്? ഇപ്പോൾ ഈ 21-ാം തീയതി പരിപാടി വെച്ചിരുന്നു. അതിൽ എന്ത് പരിപാടിയാണ്? അത് പുതിയ ഓഡിറ്റോറിയം പണിതിട്ടുണ്ട് MP ഫണ്ടിൽ നിന്ന്. അതിൻ്റെ ഉദ്ഘാടനത്തിന് അതിന് ഉള്ള ഒപ്പനയ്ക്ക് വേണ്ടിയുള്ള മണവാട്ടിയായിരുന്നു ആയിഷ. ഇവരിപ്പം എത്രാം ക്ലാസ് മുതൽ അവിടെ പഠിച്ചിരുന്നത്? വന്നിട്ടുള്ളൂ. അല്ല, തുടക്കം മുതലേ അവിടെ തന്നെയായിരുന്നു? 5ാം ക്ലാസ് മുതലോ 1ാം ക്ലാസ് മുതലൊക്കെ ഇവിടെ? എത്ര ക്ലാസ് മുതൽ അതറിയോ? അതറിയില്ല. അവിടെ 8ാം ക്ലാസ് മുതലുള്ളൂ. അതായത് ഈ സ്കൂളിൽ നിന്നുള്ള അധ്യാപികയുടെ ഒരു പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അതായത് ഇവർ 4 പേരും 4 പേരും ഒരേ ക്ലാസ്സിൽ തന്നെയാണ് പഠിച്ചിരുന്നത്. വീടും അടുത്തടുത്ത് തന്നെയായിരുന്നു. തൊട്ടടുത്ത്. അവർ ചെറുപ്പം മുതലേ ഒന്നിച്ച് കളിച്ച് വളർന്നവരാണ്. ഒരേ ബാല്യകാല സുഹൃത്തുക്കളാണ് അവർ എല്ലാവരും. എല്ലാ വീടുകളും ഏകദേശം 3 വീട് ഒരു 50 മീറ്റർ വ്യത്യാസമുള്ള വീടുകളാണ്. എപ്പോഴും ഒരു ചെറുപ്പം തൊട്ട് ഒരുമിച്ച് പോവുകയും ഒരുമിച്ച് വരികയും ചെയ്യുന്ന കുട്ടികളാണ്. സ്കൂളിലേക്കൊക്കെ ഒരുമിച്ച് തന്നെ ഒരുമിച്ച് വരികയും എല്ലാവരും വളരെ 4 പേരും ഒന്നിച്ച് തന്നെയാണ്. അവരെപ്പോഴും ഒരുമിച്ചാണ് പോവുക, ഒരുമിച്ചാണ് വരിക. ചെറുപ്പം മുതലേ അങ്ങനെയുള്ള കുട്ടികളാണ്. 2 കുട്ടികൾ ഒരു ക്ലാസ്സിലാണ്, മറ്റേ 2 കുട്ടികൾ തൊട്ട ക്ലാസ്സിലാണ്. അല്ല, ഇപ്പോൾ ടീച്ചർമാർ പറഞ്ഞു ഇപ്പം ഷഫ്ലിങ്ങിൽ മാറിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ചെറുപ്പം തോറും മിക്കവാറും അവരെല്ലാവരും ഈ പനയമ്പാട് UP സ്കൂളിലൊക്കെ ഒരുമിച്ച് പഠിച്ച കുട്ടികളാണ്. ഒരു കുട്ടി എൻ്റെ ഒരു 10 മീറ്റർ അടുത്താണ്, വീടിൻ്റെ തൊട്ടടുത്താണ്. ഓട്ടോ റഫീഖിൻ്റെ മോള് പറഞ്ഞു. എൻ്റെ നമ്മുടെ ഒരു ഉറ്റ സുഹൃത്തിൻ്റെ കുട്ടിയാണ്, അബ്ദുസലാമിൻ്റെ മോളാണ്. എല്ലാം തീർച്ചയായും എല്ലാവരും നെഞ്ചുപൊട്ടി നിൽക്കുകയാണ്. അതായത് ആ കുരുന്നുകളുടെ ഒരു ജീവൻ നഷ്ടമായത് ആർക്കും ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എല്ലാവർക്കും അറിയാവുന്നവരാണ്. നമ്മളിപ്പോൾ സംസാരിച്ചത് കുട്ടികളുടെ അയൽവാസിയെ ആയ വ്യക്തിയുമായാണ് നമ്മൾ സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞതുപോലെ എല്ലാവരും ഈ 4 പേരും ഒന്നിച്ച് കളിച്ച് വളർന്നവരാണ്. അവർക്കാണ് ഈ ഒരു വിയോഗം സംഭവിച്ചിരിക്കുന്നത്. വലിയ ഒരു തേങ്ങൽ തന്നെയാണ് ഈ നാട്ടിലും അതുപോലെ തന്നെ ഈ സ്കൂളിലുണ്ടായിരുന്നവർക്കും എല്ലാം തന്നെ ഉള്ളത്. ആർക്കും കാര്യമായി പ്രതികരിക്കാൻ പോലും കഴിയില്ല. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ദുരന്തമാണ് അവരെ തേടിയെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ പലപ്പോഴും അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്രയ്ക്കും ദുഃഖത്തിലേക്കാണ് അവരെ തള്ളിവിട്ടിരിക്കുന്നത്.